സൈലന്റ് ലേണിംഗ്. അപ്പൊ നമ്മുടെ SSLC റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ കുറച്ച് ആളുകൾക്ക് പ്രതീക്ഷിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടി കാണും, ചില ആളുകൾക്ക് പ്രതീക്ഷിച്ച അത്ര തന്നെ മാർക്ക് കിട്ടി കാണില്ല. എന്തെങ്കിലും ആ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ SSLC റിസൾട്ട് കൊണ്ട് നമ്മുടെ മുന്നിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ +1 അഡ്മിഷൻ എടുക്കുക എന്നൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലോട്ട് പോയതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അത്ര ഈസി ആയിട്ട് കയറില്ല. അതിൻ്റെതായ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻസ് അയക്കണം, അലോട്ട്മെന്റുകൾ വരും, അതനുസരിച്ച് നമുക്ക് സ്കൂളുകൾ അലോട്ട് ചെയ്യും. ആ സ്കൂളുകളായിരിക്കും പോയി നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു പ്രൊസീജിയറിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. ഡെഫിനറ്റ്ലി ഏതൊക്കെ കാര്യങ്ങളാണ്, ഗവൺമെന്റ് ഇൻഫർമേഷൻ എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ ഡേറ്റുകളാണ്, ഏത് ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ആൻഡ് ദെൻ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി വെക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിലെ ഡീറ്റെയിൽ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ ഏതൊക്കെയെന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ +1 ഏകജാലക പ്രവേശനം എന്നാണ് പറയുന്നത്. +1 ഏകജാലക പ്രവേശനം 2025-26 ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത മെയ് 14 ഓക്കെ, മെയ് 14 ആപ്ലിക്കേഷൻസ് അയക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ ആധാർ കാർഡ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സമയത്തേക്ക് നിങ്ങൾ സംഘടിപ്പിച്ച് വെക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിലായിട്ട് ഓരോന്നായിട്ട് തന്നെ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തോളുക. ആൻഡ് ദെൻ ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് ഇപ്പോൾ പറയുന്നതനുസരിച്ച് മെയ് 20 ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഈ ഡേറ്റ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. എന്തായാലും നമ്മൾ ലാസ്റ്റ് ഡേയിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മെയ് 14 ശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആപ്ലിക്കേഷൻസ് അയക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തോളാം. മെയ് 14 നമുക്ക് +1 അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഗവൺമെന്റ് ബാക്കി ഡേറ്റ്സോടെ ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെയ് 14 സ്റ്റാർട്ട് ചെയ്തു. മെയ് 20 ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് അവസാനിച്ചാൽ ട്രയൽ അലോട്ട്മെന്റ് മെയ് 24 വരുന്നത്. എന്താണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ട്രയൽ. ഓക്കെ, ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഐഡിയ കിട്ടാനായിട്ട് ഏകദേശം ആളുകൾക്ക് ഏതൊക്കെ സ്കൂളുകളായിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു അലോട്ട്മെന്റ്, ട്രയൽ അലോട്ട്മെന്റ് വരും. അപ്പം അതിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും. പക്ഷെ ആ ഒരു അലോട്ട്മെന്റ് വന്നോട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാനൊന്നും പറ്റില്ല. അതിനുശേഷം ജൂൺ 2 എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. ഓക്കെ, ജൂൺ 2 എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. അപ്പം അതിനുശേഷമായിരിക്കാം നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്കൂളുകൾ നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് സ്കൂളുകൾ മാറണം, അല്ലെങ്കിൽ നമ്മൾ പ്രിഫറൻസ് വെച്ച് സ്കൂൾ ആവില്ല ചിലപ്പോൾ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ സയൻസ് വെച്ച് നമുക്ക് കൊമേഴ്സ് ആകാൻ കിട്ടിയത്, കൊമേഴ്സ് വെച്ച് നമുക്ക് സയൻസ് ആയിരിക്കും കിട്ടിയത്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആകാൻ കിട്ടിയത്. അപ്പൊ അതിനുശേഷം നമുക്ക് ചോയ്സുകൾ മാറ്റാനുള്ള അവസരങ്ങളും കാര്യങ്ങളെല്ലാം അതിനുശേഷം വരും. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴേ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു മുറയ്ക്ക് തന്നെ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 2 നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ അതിന് പുറകെ വരും. എന്തായാലും അതിന്റെ ഡേറ്റ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തായാലും ജൂൺ 18 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നിലവിലെ ഗവൺമെന്റിന്റെ ഒഫീഷ്യലുള്ള അനൗൺസ്മെന്റ് പ്രകാരം നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ പ്രവേശന നടപടികൾ അവസാനിക്കുന്നത് ജൂൺ 23 അപ്പൊ എന്തായാലും ഒരു ജൂൺ 18 ജൂൺ 25 നോർമൽ രീതിയിൽ തന്നെ എന്ത് ചെയ്യും, +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ വർഷം അധികം താമസിച്ച് ഒരുപാട് ഡിലേ ആക്കുന്നില്ല, വളരെ നേരത്തെ തന്നെ +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് നമുക്കും വളരെ നല്ല കാര്യം അതാണ്. അല്ലെങ്കിൽ നമ്മൾ ചാപ്റ്റേഴ്സ് ഓടിച്ചിട്ട് തീർക്കേണ്ട കാര്യങ്ങൾ വരും. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഡേറ്റ് +1 ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് മെയ് 14 ഓക്കെ, മെയ് 14 സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, മെയ് 20 ഓക്കെ, മെയ് 20 ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് അവസാനിക്കുകയാണ്. അപ്പൊ അതിന് ഇടയിലുള്ള സമയത്ത് വരെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പ്രിഫറൻസ് കാര്യങ്ങളെല്ലാം അനുസരിച്ച് തന്നെ ആപ്ലിക്കേഷൻസ് അയക്കണം. അപ്പൊ ഏതൊക്കെ സ്കൂളുകളാണ് വേണ്ടത്, ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക. ആൻഡ് ദെൻ നമ്മൾ കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, എന്താണ് കൊമേഴ്സ് എന്ന് അറിയാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ നമ്മൾ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ദെൻ ബ്രിഡ്ജ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് കൊമേഴ്സിനെ കുറിച്ചുള്ള ഐഡിയ എന്താണ്, കൊമേഴ്സ് എടുത്താലുള്ള കരിയർ സാധ്യതകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് കാണാൻ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പൊ ഡേറ്റുകൾ മറക്കണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ഡേറ്റ് ആണ് ഇപ്പോൾ ഓർത്തിരിക്കുന്നത്, മെയ് 14 ആൻഡ് മെയ് 20. ഓക്കെ, അപ്പൊ ഡേറ്റുകൾ ഓർത്തിരിക്കുക. ആൻഡ് ദെൻ ചാനലിലേക്ക് ആദ്യം വരുന്ന ആളുകൾ വീണ്ടും പറയുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് +1 +2 ഈ വർഷം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.